വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ ഹെയർ ഫോൾ ഉണ്ടായോ? Are you a person who experienced hair loss and quit the weight loss? Then this video is for you. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഒക്കെ തുടങ്ങിയിട്ട് ഒരു 5 months ഒക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഹെയർ ലോസ് ഞാൻ കൂടുതലായിട്ട് നോട്ട് ചെയ്യാൻ തുടങ്ങി. ക്രേസി തിങ് വാസ് ഐ വാസ് ഡൂയിങ് എവറിത്തിങ് റൈറ്റ്. ഐ വാസ് ഈറ്റിംഗ് ലൈക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഓഫ് സപ്ലിമെന്റ്സ്. എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഹെയർ ഫോൾ വന്നു? Now I understand that this is like a temporary process. ഇപ്പം നമ്മൾ ഇത്രയും ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മേജർ ആയിട്ടുള്ള വൈറ്റൽ ഓർഗൻസിന്റെ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടായിരിക്കും ഈ പ്രോട്ടീൻ എല്ലാം നമ്മുടെ ബോഡി കൊടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് അത്രയ്ക്കും വരത്തില്ല. അതുകൊണ്ട് ക്വൈറ്റ് നോർമൽ ടു എക്സ്പീരിയൻസ് എ ഹെയർ ഫോൾ ഡ്യൂറിങ് ലൈക്ക് ഒരു 3 to 6 months പീരീഡിൽ ഒരു ട്രിഗർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ലെറ്റ് മീ ടെൽ യു, ഞാൻ ചെയ്ത 3 കാര്യങ്ങൾ. ഞാൻ ഒരു ബയോട്ടിൻ സപ്ലിമെന്റ് ആഡ് ചെയ്തു. യുകെയിലാണ് താമസിക്കുന്നത്. ഇവിടെ ഹാർഡ് വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫിൽറ്റർ ഉള്ള ഷവർ ഹെഡ് വെച്ചു. 3ാമത്തെ കാര്യം, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഹെയർ സിറം അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ എന്നെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ബീങ് കൺസിസ്റ്റന്റ് വിത്ത് യുവർ ഡയറ്റ് ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ്. മൈൻ ഈസ് ഓൾറെഡി ഇംപ്രൂവിങ്. ഇഫ് യു ലുക്ക് ഹിയർ യു ക്യാൻ സീ ലൈക്ക് എനിക്ക് ബേബി ഹെയർസ് ഒക്കെ വളരുന്നുണ്ട്. സോ ഇറ്റ്സ് വർക്കിംഗ്. എനിക്കറിയാം എല്ലാവരുടെയും കേസിലും സെയിം അല്ല. എല്ലാവരുടെയും ബോഡി ഒരുപോലെയല്ല, എല്ലാവരുടെയും ഹോർമോണൽ കാര്യങ്ങൾ ഒരുപോലെയല്ല, എല്ലാവരുടെയും സ്ലീപ്പ്, സ്ട്രെസ് എല്ലാം ഒരുപോലെയല്ല. പക്ഷേ ജസ്റ്റ് കീപ്പ് ഓൺ ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്. ഇഫ് യു ആർ ഫോളോയിങ് ദ കറക്റ്റ് ഡയറ്റ്, കറക്റ്റ് ന്യൂട്രീഷൻ ആൻഡ് കറക്റ്റ് സപ്ലിമെന്റ്സ്, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹെയർ തിരിച്ചു വരും. ലെറ്റ് മീ നോ യുവർ ജെന്യുവൻ എക്സ്പീരിയൻസ് ത്രൂ ദ കമന്റ്സ്. ഡോണ്ട് ക്വിറ്റ്, ബി കൺസിസ്റ്റന്റ്. ഡെഫിനറ്റ്ലി റിസൾട്ട് ഉണ്ടാകും.